ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. സർവ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഓണാശംസകളും അതോടൊപ്പം എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനിൽ എല്ലാവരെയും അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 64 ഗോവിന്ദ അഭിഷേകം. ഭഗവാൻ കൃഷ്ണന് അഭിഷേകം ഇന്ദ്രൻ ഐരാവതത്തിനെ കൊണ്ടും അത് ആന ധേനു, അതായത് സുരഭി എന്നും ധേനു എന്നും കാമധേനു, അത് അവരെ കൊണ്ട് അവരെ വന്ന് പാലഭിഷേകവും ജലാഭിഷേകമൊക്കെ നടത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ശ്ലോകം 8 വരെ വായിച്ചു. അതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞത്? ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനേ വിഷ്ണു ഗുരുവായൂരപ്പ, അങ്ങ് വിഷ്ണുവാണെന്ന് ഉറപ്പ് വന്ന് ആർക്കാണ്? അവിടെ വൃന്ദാവനത്തിലെ ഗോപന്മാർക്ക്, അവളുടെ ഭക്തന്മാർക്ക്, സുഹൃത്തുക്കൾ എല്ലാവരും ഭഗവാനിവിടെ യഥാർത്ഥ പരമാത്മാവാണെന്ന് അവർക്ക് ഉറപ്പ് വന്നു. എന്താ കാരണം? ഭഗവാന്റെ അത്ഭുതങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ മഴ ഒരേ രീതിയിൽ പെയ്ച്ചു. ഇന്ദ്രൻ 7 ദിവസവും ഭഗവാൻ പർവ്വതത്തെ പൊക്കിക്കൊണ്ട് തന്നെ നിന്ന് ഒരേ നിൽപ്പിൽ രായും പകലും. ഇതെല്ലാം കണ്ടപ്പോൾ, അതുമല്ല പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്തു. ഇതൊക്കെ മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായ യഥാർത്ഥ പരമാത്മാവ് തന്നെയാണെന്ന്. അങ്ങനെ അവർക്ക് ഉറപ്പ് വന്നപ്പോൾ അങ്ങയുടെ വാസസ്ഥാനം കാണാൻ അവർക്ക് കൊതിയുണ്ടെന്നറിഞ്ഞു. ഈ ഭക്തന്മാരായ സ്നേഹിതരായ അവിടെ എല്ലാം കൊണ്ടും വിനയവും ബഹുമാനവും ഭക്തവും സ്നേഹവും അതായത് സുഹൃത്തും എല്ലാം കൂടെയാണ് ഈ ഭഗവാനോട് ഈ ജനങ്ങൾക്ക്. അപ്പോൾ അത്രമാത്രം സ്നേഹത്തിലുള്ള ആ ഭക്തജനങ്ങൾക്ക് കൊതിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളും ചിന്തിക്കണം, നമുക്ക് കൊതി വേണം, ഭഗവാനെ കാണാൻ കൊതി വേണം, ആഗ്രഹവും അത്യാഗ്രഹവും വേണം. അങ്ങനെ അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് ഭഗവാൻ മനസ്സിലായപ്പോൾ ആർക്കും കിട്ടാത്ത, മറ്റുള്ളവർക്ക് അപ്രാപ്യമായ പരമപദം കാട്ടിക്കൊടുത്തു. ഭഗവാൻ അവരെ കാണിച്ചു കൊടുത്തു. ഭഗവാൻ തൻ്റെ പരിപൂർണ സ്വരൂപം അവർക്ക് കാട്ടിക്കൊടുത്തു. അവരെ പരമാനന്ദ സാഗരത്തിൽ ആറാടിച്ചു. പരമാനന്ദ സാഗരം, സമുദ്രം പോലെ പരമാനന്ദം, അതിലങ്ങ് മുഴുകി. അങ്ങനെ എല്ലാവരും ആനന്ദ സമുദ്രത്തിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ കുറേ മണിക്കൂറോളം ഇങ്ങനെ കുടുങ്ങിപ്പോവും. പിന്നെ പരിസരബോധമോ ഈ ലോകചിന്തയോ ഒന്നും കാണത്തില്ല. അവിടെ ആ ഒരു നിർവൃതിയിലങ്ങ് ലയിച്ചു, ആനന്ദത്തിൽ കുടുങ്ങി. ഞാൻ നിങ്ങളോട് പറയത്തില്ലേ മക്കളെ, എനിക്കൊരു 40 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ 45, 50 ഇതിനകത്തെല്ലാം ഈ കുടുങ്ങിക്കിടക്കും 2, 3, 4 മണിക്കൂറോളം. കാരണം സന്ധ്യയ്ക്ക് നാമം ചെല്ലാൻ ഇരുന്നാൽ ഞാൻ എഴുന്നേക്കോ 9, 9:30 മണിയൊക്കെ ആവും. 6 മണിക്ക് മുമ്പേ ഇരിക്കും. എന്നിട്ടോ എഴുന്നേക്കാൻ കണ്ണുനീര് കൊണ്ടിങ്ങനെ ഒഴുകിയിരിക്കുകയും ചെയ്യും. എങ്ങനെ കണ്ണുനീര് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ആനന്ദ സാഗരത്തിലിങ്ങനെ മുഴുകിയിരുന്ന് പോകും. അത് എഴുന്നേൽക്കുമ്പോൾ ഒരു സമയമാവും. അതുപോലെ ഇവിടെ എന്ത് വന്നു? അവർ ഈ ആനന്ദ സമുദ്രത്തിൽ ആറാടി അതിൽ തന്നെ കുടുങ്ങിച്ചാൽ അവരതിലങ്ങ് ലയിച്ചു പോയി. അപ്പോൾ അവർക്ക് എഴുന്നേൽക്കാനൊന്നും തോന്നത്തില്ല. അവിടെ പരിസരബോധം ഇല്ലല്ലോ. അവിടെ എവിടെ ഇരിക്കുന്നെന്നോ എവിടെയാ എന്താ പരിസരത്തിൽ ആരുണ്ട്, ഇതൊന്നും അവർക്ക് ആ സമയത്ത് ചിന്ത വരത്തില്ല. ആ പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. അതാണ് അതാണ് ആനന്ദസാഗരം. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. നമുക്ക് ഇന്ന് 9, 10 ശ്ലോകങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സ്ഫുരൽ പരാനന്ദ രസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. സ്ഫുരൽ പരാനന്ദ രസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. അങ്ങനെ ഒരു സാഗരത്തിൽ ആനന്ദ സമുദ്രത്തിൽ കുടുങ്ങിയപ്പോൾ ആ ഗോപസമൂഹം പ്രകാശമാനവും പരമാനന്ദ രസം നിറഞ്ഞു തുളുമ്പുന്നതുമായ രസം, അതൊരു വല്ലാത്ത രസം. എന്താ പരമാനന്ദ രസം? അതാണ് ഭാഗവതത്തിൽ പറയുന്നത്, ഈ പരമാനന്ദ രസായനം പാനം ചെയ്യണം. അങ്ങനെ അവർ പാനം ചെയ്തത് കുടുങ്ങിപ്പോയി.
ഭക്തന്മാരെല്ലാം ഭഗവാനിൽ തന്നെ ലയിച്ചു. അങ്ങനെ ആ പ്രകാശമാനവും പരമാനന്ദരസം നിറഞ്ഞു തുളുമ്പുന്നതുമായ കൈവല്യ മഹാസമുദ്രത്തിൽ കുറേ നേരം ആണ്ടുകിടന്നു. അവരെത്ര സമയം ഇങ്ങനെ കിടന്നെന്ന് അവർക്ക് ഓർമ്മയില്ല, അവർക്ക് പരിസരബോധമില്ല. അവരതിൽ ലയിച്ചു എന്നാണ്, ആ പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്നു. പിന്നെ പൂർണ്ണ സ്വരൂപനായ ഭഗവാൻ കൃഷ്ണ ഭട്ടതിരിപ്പാട് പറയുന്നു, പിന്നെ എങ്ങനെയാ അവരവിടെ നിന്ന് കരകയറിയത്? അതായത് ഈ ആണ്ട് കിടക്കുന്ന ആ ഒരു നിർവൃതിയിൽ നിന്ന്. അപ്പോൾ പൂർണ്ണ സ്വരൂപനായ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ്, ഭട്ടതിരിപ്പാട് പറയുന്നത്, അങ്ങ് തന്നെ അവരെ പഴയപടിയാക്കി. ഭഗവാൻ അറിയാം ഈ സാഗരത്തിൽ മുഴുകിയാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, പരിസരബോധം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ അവരെ അതിൽ നിന്ന് കരകയറ്റി. എങ്ങനെയാ? അവരെ ഉണർത്തി. അതിൽ നിന്ന് പലരും നമുക്കറിയാം, നമ്മൾ എപ്പോഴും കണ്ണ് തുറന്നിരുന്നാൽ നമുക്ക് നമ്മൾ ഉണർന്നിരിക്കുകയാണെന്ന്. പക്ഷെ നമ്മൾ ഉറങ്ങിയവരെ പോലെയാ. കണ്ണ് തുറന്നിരിക്കും, നമ്മുടെ ഹൃദയത്തിൽ ഉണർവില്ല. പരമാത്മാവ് ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേ നമുക്ക് ഉണർവുണ്ടാവൂ. അപ്പോൾ അതുപോലെ അവർ ആണ്ട് കിടന്നുപോയി. അവരെ പിന്നെ അതിൽ നിന്ന് മോചനം ഉണ്ടാക്കി ഭഗവാൻ തന്നെ ശ്രമിച്ചു അവരെ പഴയപടി ആക്കിയെടുത്തു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 10. കരബദരവൽ ഏവം ദേവ കുത്രാ അവതാരേ പരപദം അനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാൽ പരാത്മാ പവനപുര നിവാസിൻ പാഹി മാം ആമയേഭ്യ. കരബദരവൽ ഏവം ദേവ കുത്രാവതാരേ പരപദം അനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാൽ പരാത്മാ പവനപുര നിവാസിൻ പാഹി മാം ആമയേഭ്യ. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, അല്ലയോ ഭഗവാനെ ദേവാ, അപ്രാപ്യമായ ആ പരമപദത്തെ, ആർക്കും പ്രാപിപ്പാൻ പറ്റാത്ത ഭഗവാന്റെ ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ ആ പരമപദത്തെ കൈവെള്ളയിലിരിക്കുന്ന ലന്തക്കുരു പോലെ, ഭഗവാന്റെ കയ്യിലിരിക്കുന്നത് പോലെ എടുത്ത് അവരെ പെട്ടെന്ന് തന്നെ അത് അവർക്ക് പറയുമ്പോൾ തന്നെ അത് കാട്ടി കൊടുക്കുന്നതുകൊണ്ട് പറയുന്നതാണ് ഇങ്ങനെ ഭട്ടതിരിപ്പാട്. കൈവെള്ളയിലിരിക്കുന്ന ഒരു സാധനം ലന്തക്കുരു പോലെ സ്പഷ്ടമായി മറ്റ് ഏത് അവതാരത്തിലാണ് കൃഷ്ണ അങ്ങ് ഭക്തന്മാർക്ക് ഇങ്ങനെ കാട്ടി കൊടുത്തിട്ടുള്ളത്? ഭഗവാൻ പരമാത്മാവ് കൃഷ്ണാവതാരം എടുത്തതുപോലെ പല പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ശ്രീരാമാവതാരം, പരശുരാമാവതാരം, മത്സ്യാവതാരം, കൂർമാവതാരം, ഇങ്ങനെ വാമനാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ അത്രയും പരശുരാമാവതാരവും ശ്രീരാമാവതാരവും ഇങ്ങനെ നീണ്ടു നിന്ന്. പക്ഷേ നരസിംഹാവതാരം അപ്പോൾ തന്നെ അല്പസമയത്തേക്കല്ലയോ മറ്റെല്ലാം. പക്ഷേ ഇവിടെ ശ്രീരാമാവതാരവും പരശുരാമാവതാരവും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു അവതാരത്തിൽ ഇങ്ങനെ കാട്ടി കൊടുത്തിട്ടുണ്ടോ ഭഗവാനെ എന്ന് ചോദിക്കുന്നു. ആർക്കാ ഇങ്ങനെ ഈ ലന്തക്കുരു കൈവെള്ളയിലിരിക്കുമ്പോൾ എടുത്ത് കൊടുക്കുന്നത് പോലെ സ്പഷ്ടമായി, അത്ര വ്യക്തമായി മറ്റ് ഏത് അവതാരത്തിലാണ് കൃഷ്ണ അങ്ങ് ഭക്തന്മാർക്ക് കാട്ടി കൊടുത്തിട്ടുള്ളത്? അതിനാൽ ഗോപാല രൂപം പൂണ്ടിരിക്കുന്ന നിന്തിരുവടി, ഭഗവാൻ ഇവിടെ ഗോപന്മാരാದ ഗോപാല രൂപം അവർക്കൊപ്പമാണല്ലോ ഭഗവാൻ ഇവിടെ അവതരിച്ചേക്കുന്നത്. ഈ നന്ദഗോപരും ആ കുട്ടികളെല്ലാം ഗോപന്മാരാണ്. പശുകൃഷി ചെയ്യുന്നതുകൊണ്ട് അവർ ഗോപസമൂഹമാണ്. ഭഗവാനും ആ രൂപം എടുത്തേ, കാരണം അവിടെ ആണല്ലോ കുഞ്ഞ് വളർന്നത്. അപ്പോൾ അവരോടൊപ്പമാണല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. വസുദേവയുടെ കൂട്ടത്തിലല്ലല്ലോ, ഇവിടെ നന്ദഗോപരാണല്ലോ വളർത്തുന്നത്. നമ്മുടെ കൂട്ടം നിൽക്കുമ്പോൾ നമ്മൾക്കൊപ്പം അങ്ങനെയല്ലേ. അല്ലാതെ അവിടെ ഒരു രാജകുമാരനെന്നോ അതോ അല്ലാതെ പരമാത്മാവാണെന്നോ ആർക്കും അറിയത്തുമില്ല. നന്ദഗോപരുടെ മകൻ. സാധാരണ നന്ദഗോപർ ഗോപന്മാരുടെ നായകനുമാണ്, അവിടുത്തെ അധിപനാണ് എല്ലാവരുടെയും. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എങ്ങനെയാ ഭഗവാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്കൊപ്പമാണ് ഈ കണ്ണൻ ഭഗവാൻ. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും വലിപ്പം ഉള്ളിലറിയാം ഭഗവാൻ ആരാണെന്ന്. പക്ഷേ അങ്ങനെ പോരാ എന്ന് അതേപ്പറ്റായിട്ട് എന്താണെന്നുള്ളത് ഒരു ഓടക്കുഴലുണ്ട്, അങ്ങനെ അതും ഊതിക്കൊണ്ട് നടക്കും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മൊന്ന് ചിന്തിക്കണം, ഭഗവാൻ ആരാണ്? പരമാത്മാവല്ലേ. പക്ഷെ അവിടെ ആ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആ കണ്ണൻ അവരെ സഹായിച്ചും കൊണ്ട്, അവിടെ സ്നേഹവും കിട്ടിക്കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളായിക്കൊണ്ട് ബഹുമാനവും ഭക്തിയൊക്കെ വർദ്ധിച്ച് അവർക്ക് ഭഗവാനാണെന്ന് അറിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ എന്ത് വന്നു? ഭഗവാൻ അങ്ങ് ഭക്തന്മാർക്ക് കാട്ടിക്കൊടുത്തു. അതിനാൽ ഗോപാല രൂപം പൂണ്ടിരിക്കുന്ന നിന്തിരുവടി, അവിടെ ഭഗവാൻ അവിടെ വലിപ്പമില്ല, എല്ലാവരിലും ചെറുതായി, എല്ലാവരും ദാസനായി. അത്രമാത്രം ഭക്തന്മാരോട് ചേർന്നിരിക്കുന്ന ഒരു കണ്ണൻ.
കൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാൻ നെന്തിരുവടി സാക്ഷാൽ ബ്രഹ്മം എന്ന പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ അവർ മനസ്സിലാക്കി കുട്ടികൾ. ഭഗവാൻ അവരോടൊപ്പം ഗോപാല രൂപം പൂണ്ട് അവരുടെ കൂടെ നടന്നു. പക്ഷേ അവർ മനസ്സിലാക്കി, ഈ കണ്ണൻ നമുക്കൊപ്പം നടക്കേണ്ടുന്ന ഭഗവാനാണോ, ഇത് യഥാർത്ഥ പരമാത്മാവല്ലേ എന്നവരെല്ലാം ചിന്തിച്ചു. അങ്ങനെ നെന്തിരുവടി സാക്ഷാൽ ബ്രഹ്മം എന്ന പരമാത്മാവ് തന്നെയാണ്. അതുതന്നെയാണ് ഈ കൃഷ്ണൻ. ആ ബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മളിങ്ങനെ ഉൾക്കൊള്ളണം ഭഗവാൻ ആരാണ്. ആ ഭഗവാൻ എല്ലാവർക്കും തുല്യമായി ഒന്നിച്ച് നടക്കുന്നു, എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നു, എല്ലാവർക്കും ദാസവേല ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ദാസ്യം എന്നുവെച്ചാൽ അവർക്കുള്ള കാര്യങ്ങൾ നോക്കി കൊടുക്കുന്നു. അവിടെ ഒരു വലിയ ഭാവമുണ്ടോ? എല്ലാവരിലും ചെറിയവനാണ് ദാസൻ. അതുപോലെ ഭഗവാൻ എല്ലാവരും, കർത്താവും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരിലും ചെറിയവനാകുന്നവനാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയവൻ എന്ന്. പിതാവിനടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ വലിയവനാകണമെങ്കിൽ ഇവിടെ എല്ലാവരും ദാസനാകണം, എല്ലാവരിലും ചെറിയവനാവണം, വലിപ്പം കാണിക്കരുത്. അവിടെ അവർക്ക് മാത്രമേ, അതുപോലെ ഭഗവാൻ കാട്ടിക്കൊടുത്തവർക്കെല്ലാം എല്ലാവരും ദാസനായി കാണിച്ചു. അത് നമ്മൾ പഠിക്കണം. നമുക്കൊക്കെ ഇതാണില്ലാത്തത്, എല്ലാവരുടെ മുമ്പിലും ഞാൻ വലുത്, ഞാൻ വലുത്, അങ്ങനൊരു സ്വഭാവം മനുഷ്യർക്ക് വന്നുപോയി. അതുകൊണ്ട് എന്തെന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല, വിനയമില്ലാത്തതുകൊണ്ട്. അവിടെ ഗോപന്മാർക്കെല്ലാം വിനയമുള്ളതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു, സ്നേഹവും ഭക്തിയൊക്കെ വർദ്ധിച്ചു. അതുതന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന്. അത് പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള നാരായണ, അവിടുന്ന് എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം, ഭഗവാൻ ഇങ്ങനെയെല്ലാം അവിടെ കഴിഞ്ഞല്ലോ, ഭഗവാൻ ഗോരൂപം കൊണ്ട് നിന്നല്ലോ, പരമാത്മാവ് പരബ്രഹ്മമാണ്. ആ നമ്മളെ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ചിന്തിക്കണം, ഭഗവാനെ കൊണ്ടൊന്നും അസാധ്യമല്ല. ഒരു ഭക്തനോട് അത്രമാത്രം സ്നേഹവും വാത്സല്യവും ഉണ്ട്. ഭഗവാനെ, എൻ്റെ രോഗം, എൻ്റെ ദുരിതം, എൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റണമേ എന്ന് നമ്മൾ അകമഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കൂ. ഉൾക്കൊള്ളണം ഭഗവാൻ ഇങ്ങനെയുള്ള ഭഗവാനാണെന്ന്. അപ്പോൾ നമുക്കും ഭഗവാന്റെ അനുഗ്രഹം ഉടനെ കിട്ടും, പെട്ടെന്ന്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ ഭഗവാൻ യഥാർത്ഥ പരബ്രഹ്മം സ്വയം, അതാണ് പരമാത്മാവ് തന്നെ എന്ന ഭാഗവത വചനം സത്യമാണെന്ന് ഇവിടെ ബോധിപ്പിക്കുന്നു. കൃഷ്ണ, അതായത് ഭഗവാൻ അങ്ങനെ ഈ ഒരു ചരിത്രം കൊണ്ട് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. കൃഷ്ണാവതാരത്തിൽ പല ഭക്തന്മാർക്കും ഈ രൂപദർശനം കൊടുത്തിട്ടുമുണ്ട്. അതാണ് ഭഗവാൻ നാരായണൻ പരബ്രഹ്മ വസ്തു, നിഷ്കള പരബ്രഹ്മം. അപ്പം നമ്മൾ ഈ പാഠം പഠിച്ചാൽ നമുക്കൊരു ദുരിതവും ഉണ്ടാവത്തില്ല. എല്ലാത്തിൽ നിന്നും നമ്മൾ മുക്തനാകും. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.